പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയെക്കുറിച്ചുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പരാമർശത്തെ ശക്തമായി അപലപിച്ച് ഇറാൻ രംഗത്ത് വന്നു. പരമോന്നത നേതാവുമായി ഒരു ധാരണയിലെത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ട്രംപ് തന്റെ സംസാരത്തിൽ മാറ്റം വരുത്തേണ്ടതുണ്ട് എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചി US പ്രസിഡന്റിന് മുന്നറിയിപ്പ് നൽകി. ഇസ്രയേൽ ഇറാൻ വെടിനിർത്തൽ നിലവിൽ വന്ന ശേഷം നടത്തിയ പ്രസംഗത്തിലാണ് ട്രംപ് ഖമേനിക്കെതിരെ മോശ പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നത്. പ്രസിഡന്റ് ട്രംപ് ഒരു കരാറിലെത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇറാനിയൻ പരമോന്നത നേതാവ് അയത്തുള്ള ഖമേനിയോട് അദ്ദേഹം കാണിക്കുന്ന അനാദരവും അസ്വീകാര്യമായ സംസാരവും മാറ്റിവെക്കുകയും അദ്ദേഹത്തിന്റെ ദശലക്ഷക്കണക്കിന് ആത്മാർത്ഥ പിന്തുണക്കാരെ വേദനിപ്പിക്കുന്നത് അവസാനിപ്പിക്കുകയും വേണമെന്ന് എക്സ് പോസ്റ്റിൽ അരാഗ്ചി പറഞ്ഞു. വെടിനിർത്തൽ ധാരണ പ്രഖ്യാപിച്ചതിനു ശേഷമുള്ള തന്റെ ആദ്യ പ്രസംഗത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് അസാധാരണമായ രീതിയിൽ സംഭവങ്ങൾ പെരുപ്പിച്ചു കാണിച്ചു എന്ന് ഖമേനിയെ പറഞ്ഞതിന് പിന്നാലെയാണ് ട്രംപിന്റെ ഈ പരാമർശം. ആക്രമണത്തിൽ ഇറാൻ നടത്തിയ തിരിച്ചടി അമേരിക്കയുടെ മുഖത്തേറ്റ കനത്ത അടി എന്ന് പറഞ്ഞതും ട്രംപിനെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. അതാണ് ട്രംപിന്റെ ഈ ചൊറിച്ചിലിനൊക്കെയും കാരണം. വളരെ മോശവും നിന്ദ്യവുമായ ഒരു മരണത്തിൽ നിന്നാണ് ഞാൻ അയാളെ രക്ഷിച്ചത് എന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത്. ഇസ്രയേലിനെതിരായ യുദ്ധത്തിൽ ഖമേനിയുടെ വിജയപ്രഖ്യാപനത്തെ ചോദ്യം ചെയ്ത ട്രംപ് പരമമായ മണ്ടത്തരമെന്നാണ് വിശേഷിപ്പിച്ചത്. രാജ്യത്തെ 3 പൈശാചികമായ ആണവ കേന്ദ്രങ്ങളും നശിപ്പിക്കപ്പെട്ടു. ഖമേനി എവിടെയാണ് അഭയം പ്രാപിച്ചിരിക്കുന്നതെന്ന് കൃത്യമായി തനിക്ക് അറിയാം തുടങ്ങിയ പരാമർശങ്ങളും ട്രംപ് അങ്ങ് നടത്തി. ഇതോടെയാണ് ഇറാൻ ഇത്തരം വാക്കുകളെ ശക്തമായി അപലപിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. 4 ദിവസം മുൻപാണ് ഇസ്രയേൽ ഇറാൻ വെടിനിർത്തൽ പ്രാബല്യത്തിലായത്. 12 ദിവസത്തെ സംഘർഷം അവസാനിപ്പിച്ച് ഇരു രാജ്യങ്ങളും വെടിനിർത്തലിന് ധാരണയായെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് പ്രഖ്യാപിച്ചത്. ട്രംപ് വീണ്ടും പ്രകോപനമുണ്ടാക്കുമ്പോൾ പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം എത്തുമോ എന്ന ചോദ്യം വീണ്ടും സജീവമാകുന്നുണ്ട്.